ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് കന്യാകുമാരി ബീച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ച് വരെയുള്ള ദൂരം ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. പയ്യെ നടക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും നമ്മുടെ തൊട്ട് വരും. ഓട്ടോയിൽ കയറി പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് ഓട്ടോയിൽ കയറി പോകാം, ഇല്ലയെന്നുള്ളവർക്ക് പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാം. ഞാൻ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങോട്ട് വന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും രാവിലെ 10:30 ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. 16526 എന്നാണ് ട്രെയിനിൻ്റെ നമ്പർ കേട്ടോ. രാവിലെ 10:30 എടുക്കുന്ന വണ്ടി ഉച്ച കഴിഞ്ഞ് 2:50 ആകുമ്പോഴത്തേക്കും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തും കേട്ടോ. ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്താണ് വന്നത്. ടിക്കറ്റ് ചാർജ് 145 രൂപയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് കന്യാകുമാരി ബീച്ച് ലക്ഷ്യമിട്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ട്രെയിൻ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക് കാർ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് കാറല്ല, ഒരു ഇലക്ട്രിക് വാഹനം. അതിൽ ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. നടക്കാനൊക്കെ വയ്യാത്തവർക്ക് ആ വണ്ടിയിൽ കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡ് വരെ വരാൻ പറ്റും കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിച്ച വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ അംബാസിഡറിൻ്റെ ടാക്സി കാർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്കയിടത്തും ഇന്നോവ അല്ലേ തരംഗം. ടാക്സി മേഖല കംപ്ലീറ്റ് ഇന്നോവ കൈയടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അംബാസിഡർ കാർ കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകമായിട്ട് തോന്നി. ഇങ്ങോട്ട് വരുന്നതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ മടിച്ചതായിരുന്നു ഈ ഒരു മഴ ആയതുകൊണ്ട്. പിന്നെ വിചാരിച്ചു മഴയത്ത് എങ്ങനെയായിരിക്കും കന്യാകുമാരിയുടെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ദാ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് മായാപുരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. വിസ്മയ 3D പെയിൻറ്റിങ് ഗാലറി. അങ്ങനെ എന്തൊക്കെയോ സംഗതികളുണ്ട്. പിള്ളേർക്കൊക്കെ കയറി കാണാൻ പറ്റിയ വകുപ്പാണെന്നാണ് തോന്നുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഈ നടന്നു വന്ന് നിൽക്കുന്ന ഈ സ്ഥലമാണ് കന്യാകുമാരി ബസ് സ്റ്റോപ്പ്. ചിന്നമുട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് കേട്ടോ. ഈ കന്യാകുമാരി ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു പള്ളിയിലോട്ട് പോകുന്ന ഒരു ആർച്ചൊക്കെ കാണാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ ആർച്ചിനകത്തോട്ട് നടക്കുമ്പോഴത്തേക്കും നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട നല്ല വഴിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മഴയുടെ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് കൊണ്ടേ വലിയ വെയിലില്ല. സാധാരണ ഈ കന്യാകുമാരിയിൽ വൈകുന്നേരം 3:30 സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. ഇപ്പോഴും സമയം 3:30 ആയി. അങ്ങനെ നമ്മൾ നടന്നതാ പള്ളിയുടെ കോമ്പൗണ്ട് എത്തി കേട്ടോ. വെറുതെ പറയുമല്ലോ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഈ ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ എന്നെ ഇങ്ങനെ നോക്കുക. ഇപ്പോഴേ കന്യാകുമാരിയിൽ മഴ സമയം ആയതുകൊണ്ടായിരിക്കാം ആരും വരാത്തത്. അവിടെ വരുന്ന ആൾക്കാർ ഇങ്ങോട്ടും കൂടെ വരും. അവിടെ വലുതായിട്ട് ആൾക്കാർ വരാത്തത് കൊണ്ട് ഈ പള്ളി പരിസരത്തും വലുതായിട്ട് വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കന്യാകുമാരി നിൽക്കുമ്പോഴത്തേക്കും ഈ പള്ളിയുടെ ആ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റും. എന്നാലും നമുക്കേ തിരിച്ച് കന്യാകുമാരി ബീച്ചിൻ്റെ പരിസരത്തോട്ട് പോകാം. ഇതുവഴി കൂടെ ഒക്കെ എങ്ങോട്ടെങ്കിലും പോയാലും അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ നമുക്ക് നേരെയുള്ള വഴി പോവാം. അപ്പം ഞാൻ പോവാട്ടോ. കുരയ്ക്കാതെ സഹകരിച്ചതിന് നന്ദി. അങ്ങനെ ഞാൻ പള്ളിയുടെ പരിസരത്തുനിന്ന് വീണ്ടും റോഡിലോട്ട് കയറി കേട്ടോ. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് ഈ കാണുന്നത് ഒരു സ്കൂളാണ്. സ്കൂളിനടുത്തായിട്ടൊരു ബോർഡ് കാണാം. സാധാരണ ഇങ്ങനത്തെ സ്കൂളിനടുത്തുള്ള ബോർഡിൽ കൊച്ചു പിള്ളേർ ഓടിപ്പോകുന്ന പോലെ ആയിരിക്കും ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല പ്രായമുള്ള ഒരാളാണല്ലോ നടന്നു പോകുന്നത്. ദീ കാണുന്നതാണ് സ്കൂൾ, സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കന്യാകുമാരി. ഇപ്പം വെക്കേഷൻ സമയം ആയതുകൊണ്ട് പിള്ളേരുടെ കലപില സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ സ്കൂൾ കാണിച്ചില്ലേ, ആ സ്കൂൾ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് കന്യാകുമാരിയുടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം തുടങ്ങും കേട്ടോ. ഇവിടെ മുതൽ കണ്ടു തുടങ്ങും. റൂംസ് അവൈലബിൾ, അങ്ങനത്തെ പല പല ബോർഡുകളുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതിനകത്തൊരു കേരള രജിസ്ട്രേഷൻ ഇന്നോവയൊക്കെ കിടപ്പുണ്ട്. ആട്ടിൻകുട്ടികൾ, കുട്ടികളല്ല, കുറച്ച് മെച്ചുവേർഡ് ആൾക്കാരൊക്കെ കണ്ട് നല്ല പരിചയമായി, നല്ല ഇണങ്ങി കിടക്കും. അതുകൊണ്ട് നമ്മളൊന്നും അടുത്തോട്ട് വന്നാൽ പേടിയൊന്നുമില്ല. ഇവിടെ ഒരു ഹോട്ടലിൽ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളിങ്ങനത്തെ തമിഴ്നാട്ടിൽ ഓരോ സ്ഥലങ്ങളും പോകുമ്പോഴത്തേക്കും പൊറോട്ടയൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ഇവിടെ ചപ്പാത്തി, നല്ല വലിയ ചപ്പാത്തിയാണ്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ചപ്പാത്തിയാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഫുട്പാത്ത് കംപ്ലീറ്റ് ചായക്കട, ബജ്ജിക്കട, അങ്ങനത്തെ കടകളാണ്. ബജ്ജികളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട് വടയും വാഴയ്ക്കപ്പമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. കുറേ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും സീസണാണ്, പക്ഷേ തിരക്ക് കുറവാണ്. കാര്യം മഴയായതുകൊണ്ട്. സീസണാണെന്ന് പറയാൻ കാര്യം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട്. മഴയത്തെല്ലാവരും ബീച്ചിലോട്ടൊക്കെ വരാൻ മടിക്കും. ഈ ട്രാവലർ ഇറങ്ങി വരുന്ന ഈ വഴി അകത്തോട്ട് ചെല്ലുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കന്യാകുമാരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ പോകുന്ന വഴിയാണ്. ഇവിടെയൊക്കെ ആയിട്ട് മീൻ അരപ്പെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോഴത്തേക്കും അതെടുത്ത് പൊരിച്ച് തരും. വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും
കന്യാകുമാരി പോസ്റ്റ് ഓഫീസ്. കന്യാകുമാരിയുടെ പിൻകോഡാണ് 629702. അങ്ങനെ നമ്മൾ ബീച്ച് ലക്ഷ്യമിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വായിക്കണമെന്നുള്ള ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വായിച്ചിട്ട് ബാക്കി കണ്ടോ. മഴയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. കന്യാകുമാരിയിലോട്ട് നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ആദ്യം വേറെ കാണുന്നത്, ഞാൻ പറയാൻ വന്നതാണ്, ആദ്യം തന്നെ ഈ ശംഖൊക്കെയാണ് കാണുന്നത്. പക്ഷേ അല്ല, നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു പൊരിച്ച മീനും അങ്ങനത്തെ സംഗതികളെല്ലാം, അതെല്ലാം കാണും. അതെല്ലാം കണ്ടു വന്നതിന് ശേഷം വാതിലൊക്കെ ഇടുന്ന ടൈപ്പ് ശംഖും ചിപ്പിയൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് സംഗതിയാണ്. ഇതൊക്കെ പണ്ടൊക്കെ വീടുകളിലൊക്കെ ഫ്രണ്ടിലിടുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴങ്ങനെ കാണാനില്ല. ഇതിനകത്ത് പ്ലാസ്റ്റിക് സ്ട്രോ പോലത്തെ ഒരു സാധനമെല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചിപ്പിയാണ്. ഇത് എത്രയാണ്? ഇത് ഒരു ഡസൻ 200 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണെങ്കിലോ? ഇത് ചേട്ടാ ഇതാണെങ്കിലോ? സെയിം തന്നെ അല്ലേ? ഇതും സെയിം റേറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയില്ല കേട്ടോ. ഞാൻ മേടിക്കുന്നില്ല എന്ന് പുള്ളിക്ക് അറിഞ്ഞതിന് ശേഷം എനിക്ക് വില പറഞ്ഞു തരാൻ പുള്ളി തയ്യാറല്ല. ഒരു കടയുടെ ഫ്രണ്ടിൽ ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുവാണ്, കൊച്ചു പിള്ളേരുടെ. എവിടെയോ ഉണ്ട്. മഴയായതുകൊണ്ട് പുള്ളി തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഹൗ മച്ച്? 100? 100 രൂപയുള്ളൂ കേട്ടോ. എല്ലാം കോട്ടനാണ്. 100 രൂപയ്ക്ക് കൊള്ളാം. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതിന് ശേഷമേ റൂം എടുത്തു കേട്ടോ. ഇവിടെ ആയിട്ടൊരു അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനടുത്തൊരു ലോഡ്ജിലാണ് റൂം എടുത്തത്. 800 രൂപയായിരുന്നു റൂമിന്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. ചെറിയൊരു അറപ്പുമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സാധാരണ ഇങ്ങനത്തെ റൂം വേറെയുള്ള സ്ഥലങ്ങളിൽ 600 രൂപയ്ക്കൊക്കെ കിട്ടും. ഇവിടെ ആയിട്ട് കുട റെൻറ്റിനുണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം. 240 രൂപ കൊടുത്ത് നമ്മളത് മേടിക്കുക. നമ്മൾ തിരിച്ച് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും 120 രൂപ തിരിച്ചു തരും. മഴ സമയത്ത് നമ്മളിവിടെ വരുമ്പോഴത്തേക്കുവേ കുട നമ്മൾ കൊണ്ടുവരണമെന്നില്ല. ഈ സംവിധാനം എന്തായാലും കൊള്ളാം. കുട റെൻറ്റിന് കൊടുക്കുന്നതേ ഞാനങ്ങനെ വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പരിസരം കംപ്ലീറ്റ് റൂമും ലോഡ്ജും റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ക്ലീനിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തായാലും നമുക്ക് ബീച്ചിൻ്റെ ആ പരിസരത്തോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഞാൻ ഇത്ര നേരത്തെ റൂം എടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. റൂമിലോട്ട് പോയപ്പോഴത്തേക്കും അങ്ങനെ ബാഗെല്ലാം വെച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും വെയിലടിക്കുന്നുണ്ട്, കാലാവസ്ഥ തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഗവൺമെൻറ് മ്യൂസിയം കന്യാകുമാരി. അഡൾട്ടിന് 5 രൂപ, കുട്ടികൾക്ക് 3 രൂപ. അത് കൊള്ളാമല്ലോ, വലിയ റേറ്റ് ഒന്നുമില്ല. ഈ കാണുന്നതാണ് മ്യൂസിയം. കൽവിഗ്രഹങ്ങൾ അതേപോലത്തെ കാര്യങ്ങളെല്ലാം അടുത്ത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അതൊക്കെ പോയി കാണാം കേട്ടോ. ഇവിടെയായിട്ട് ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡ്. ഇവിടെ ടാക്സി ടൂർ പാക്കേജിലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. എത്രയാണ് ഒരു ദിവസം പാക്കേജ്? 3000 രൂപ ഒരു കാറിൽ 4 പേർക്ക് കയറാം. കന്യാകുമാരി ഡിസ്ട്രിക്ട് ഫുൾ ഡേ ടൂർ. സായിബാബ ടെമ്പിൾ, സുചീന്ദ്രൻ ടെമ്പിൾ, നാഗരാജ ടെമ്പിൾ, പത്മനാഭപുരം പാലസ്, തിരുപ്പരപ്പ് വാട്ടർഫാൾസ്, മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്. പത്മനാഭപുരം പാലസ് തിങ്കളാഴ്ച ഇല്ല കേട്ടോ, മൺഡേ ഹോളിഡേ. അങ്ങനത്തെ പല ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം ഉണ്ട്, എറൗണ്ട് കന്യാകുമാരി, അങ്ങനെ 3 സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് പാനിപൂരി വെച്ചിട്ട് നിൽപ്പുണ്ട്. പാനിപൂരി, മസാലപൂരി, അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ട് നോക്കിയ ശംഖുകൾ, പലതരം ശംഖുകളുണ്ട്. ഏതെടുത്താലും 20. കന്യാകുമാരി കാദർ അങ്ങനെ പറഞ്ഞാൽ അറിയാം. 50 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. 200 മോഡലുണ്ട് അല്ലേ? അങ്ങനെ പലതരം വെറൈറ്റി ഡിസൈനുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എല്ലാം ഓരോന്ന് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം 15 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. എന്തിനാ എല്ലാം? ഒരു കുതിര നടന്നു വരുന്നതൊക്കെ നല്ല ഹൈറ്റുള്ള കുതിര കേട്ടോ. ആ കുതിരയുടെ ശരിക്കുള്ള ഹൈറ്റ് ഇവിടെ ഒരു കാറ് പോകുമ്പോഴത്തേക്കും മനസ്സിലാവും. ആ കാറിൻ്റെ ഏകദേശം അത്രയും ഹൈറ്റ് ഉണ്ട്. ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇടതുവശത്ത് സ്പേസ് ഉണ്ടെങ്കിലും അതുവഴി കയറി പോകുന്നില്ല. കണ്ടില്ലേ, വലതുവശത്തോടെ അത് പിടിക്കുന്നത്. അതല്ല അതിൻ്റെ കുതിര റൈഡർ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, നോ എൻട്രി എന്ന് പറഞ്ഞിട്ട്. ഇതിനപ്പുറത്തോട്ട് വണ്ടികൾക്കൊന്നും പൊയ്ക്കൂടാ. പക്ഷേ ഇതിനപ്പുറത്തോട്ട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് തിരക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുമായിരിക്കാം. ഇവിടെയായിട്ട് വണ്ടികളുടെ എല്ലാം പാർക്കിംഗ് ഏരിയയാണ്. 2 വീലർ 20 രൂപ, കാറ് ഓട്ടോ 70 രൂപ, വാൻ മിനി ബസ് 100 രൂപ, ബസ്സിന് 150 രൂപ. ഇതിൻ്റെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല, ബൈക്കും കാർ നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ ടൂർ കൊണ്ടുവരുന്നവർ നോക്കിക്കോളും. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ മഴയത്ത് കയറി നിന്നത്? ഇപ്പോഴ് എല്ലാവരും റോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുവാണ്. മഴയായപ്പോഴത്തേക്കും ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ, ഏലക്ക, കുരുമുളക്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മൂടി വെച്ചിരുന്നതാണ്. മഴ മാറിയപ്പോഴത്തേക്കും എടുത്ത് മാറ്റുവാണ്. ഏലക്ക, ഗ്രാമ്പു, പട്ട, അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. നല്ല മണം കേട്ടോ. ഇവിടെയായിട്ട് അലുവ, ഇരുട്ടുക്കട അലുവ. ഇരുട്ടുക്കട അലുവ എന്ന് പറയുമ്പോഴത്തേക്കും തിരുനെൽവേലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അലുവക്കടയാണ്. ചക്കവറ്റൽ 100 രൂപ, ചിപ്സ് 1/2 കിലോ 100 രൂപ.
ഇത് നോർമൽ ചിപ്സ് അല്ല, ഇതിനകത്തൊരു ചെറിയൊരു ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. നാഗർകോവിൽ ചിപ്സ് ആയത്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയത് കഴിക്കാൻ. അങ്ങനെ നടന്ന് നമ്മളിതാ ഇപ്പം 2 വഴികളായിട്ട് തിരിയുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം, എങ്ങോട്ട് വേണേലും പോവാം. ആദ്യം നമുക്ക് എങ്ങോട്ട് പോയാലും പലതരം കച്ചവടങ്ങൾ കാണാം കേട്ടോ. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ റെയിൻ കോട്ടുകളും പിന്നെ പലതരം ടീഷർട്ടുകളുണ്ട്, ഷർട്ടുകളുണ്ട്, ട്രാക്ക് പാൻറ്റുകളുണ്ട്, എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. 80 രൂപ. ഇവിടെയൊക്കെ ആയിട്ട് കളിപ്പാട്ടങ്ങൾ, പാത്രങ്ങൾ, പ്ലേറ്റുകൾ, തൊപ്പികൾ, അങ്ങനത്തെ എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഈ കാണുന്നതാണ് ഗാന്ധി മണ്ഡപം. ഗാന്ധി നിனைவு മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗാന്ധി മണ്ഡപത്തിനകത്തോട്ട് കയറുന്നതിന് എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല കേട്ടോ. 2 രൂപ ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. പാനിപൂരി, ആ ടൈപ്പ് കച്ചവടങ്ങളെല്ലാം. ഒരുപാട് അങ്ങനത്തെ വണ്ടികളുണ്ട്. ഇവിടെയൊക്കെ കിടപ്പുണ്ട്, കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ, ഇതും ഒരു പാനിപൂരി വണ്ടിയാണ്. നമ്മൾ ഈ കന്യാകുമാരി ബീച്ചിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഗാന്ധി മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരാം. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് ദൂരെ നിന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ച് കഴിക്കുന്ന എന്തോ സാധനമായിരിക്കും എന്ന്. ചീനിവരൽ പോലെയൊക്കെ തോന്നി ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കും. ശംഖ് പാക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇത് ഇത് മൊത്തമാണെന്നുണ്ടെങ്കിൽ 200 രൂപ, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇവിടെ അതിൻ്റെ സിംഗിൾ പീസ് ഇരിപ്പുണ്ട്. ഇത് 20 രൂപ. കടകളും കച്ചവടങ്ങളൊക്കെ കണ്ട് പയ്യെ നടന്ന് ബീച്ചിൻ്റെ അടുത്തോട്ട് പോവാം. ബീച്ച് എന്ന് പറയുമ്പോൾ ഇതാ കാണുന്നേ ബീച്ച്. ഇനി അങ്ങോട്ടും ദൂരോട്ടൊന്നും പോകാനൊന്നും ഇല്ല. ഇതാ ഇവിടെ ആയിട്ടേ വലിയൊരു ടെഡി ബിയർ. ഇത് കൊള്ളാം അല്ലേ? വലുത്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു കരടിയുടെ വലിപ്പമുണ്ട്. കരടിക്ക് ഈ കളറൊക്കെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ? ഇത് മഴയായതുകൊണ്ട് എല്ലാം ചാക്കിൽ കെട്ടി വെച്ചിരിക്കുവാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആയിരുന്നു അത്. മഴ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും. അതുകൊണ്ടേ ആർക്കും വിശ്വസിച്ചൊന്നും ഡിസ്പ്ലേ ഇടാൻ പറ്റുന്നില്ല. ഇതെവിടെയായിട്ട് ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, അങ്ങനത്തെ സംഗതികളുടെ എല്ലാം കച്ചവടമാണ്. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് പുഴുങ്ങിയ ചോളം. 30 രൂപയാണ് ഒന്നിൻ്റെ വില. നല്ല മഞ്ഞ കളറിലുണ്ട് അത് കാണാൻ. എന്തായാലും ഈ ഒരു അന്തരീക്ഷം കൊള്ളാം കേട്ടോ. മഴ പെയ്യാറാകുമ്പോഴത്തേക്കും ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെട്ടം, ആ വെട്ടവും ഒരു നല്ലൊരു കാറ്റും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഫീലുണ്ട്. കാറ്റടിച്ച് ടാർപ്പയൊക്കെ പറക്കുന്നതൊക്കെ. ഏത് നിമിഷം വേണേലും മഴ പെയ്യാം. ഇതാ ഒരാൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതൊക്കെ. ഇടുക്കിയിലാണോ കോട്ടയത്താണോ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്? ഞാൻ അവിടെ പോയി വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇതേപോലൊരു മണ്ഡപം അവിടെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പുതിയതാണ്, ഏകദേശം 1-2 വർഷമായിട്ടതേ ഉള്ളൂ. അതൊരു 100 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫീല് അതിനും കിട്ടും. എന്തായാലും കൊള്ളാമല്ലേ ഇത്? ആൾക്കാരൊക്കെ അകത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഭയങ്കര കാറ്റ് കേട്ടോ. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് അടിക്കുന്നത്. മുമ്പൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇറങ്ങായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. കംപ്ലീറ്റ് മറച്ചിരിക്കുവാണ്. അങ്ങനെ ഈ മണ്ഡപത്തിനകത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ ഒരു വ്യൂ കാണാം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്നൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ചെറിയൊരു പാർക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അവിടെ ആയിട്ടൊരു മെമ്മോറിയൽ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനാമി മെമ്മോറിയലാണത്. അങ്ങനെ നമ്മൾ സുനാമി മെമ്മോറിയലിന് പുറത്തോട്ട് വന്നു കേട്ടോ. ഇവിടെ ആയിട്ട് ചെറിയൊരു അമ്പലമൊക്കെ കാണാം. മായമ്മ ടെമ്പിൾ. ഇത് പരശുരാമ ഗണപതി ടെമ്പിൾ ഈ കാണുന്നത്. അതെ, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയും കടലിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പോവാം കേട്ടോ. ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡ്. ആ ഒരു കടലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുവേ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് കാണുമ്പോഴും കൊള്ളാം, എന്നാലും കടലിൽ നിന്ന് കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഈ മെയിൻ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് വന്നു കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ഭക്ഷ്യശാസ്ത്രവും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ട് ഹസ്തരേഖാശാസ്ത്രം, പറയാൻ പാട്, ഹസ്തരേഖാശാസ്ത്രം. നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെന്ന് കേട്ടോ പറയുന്നത്. മഴ ഏത് നിമിഷം വേണേലും വീഴാം. ആ ഒരു കോളിൽ കിടക്കുവാണ്. അങ്ങനെ ഇവിടെ നിന്നിട്ടാണ് സൂര്യോദയം കാണുന്നത്. എവിടെ നിന്ന് വേണേലും കാണാം. പിന്നെ കൂടുതലും ആൾക്കാർ ഈ ഒരു പരിസരത്ത് നിന്നിട്ടാണ് സൂര്യോദയം കാണുന്നത്. എവിടെയായിട്ട് ഫോട്ടോ എടുത്തു കൊടുത്ത് ജീവിക്കുന്ന ഷോട്ടാക്കി പറയാം, ഫോട്ടോഗ്രാഫർ. ഈ ഫ്ലാഷ് എങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരമായിട്ടേ. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു മഴയുടെ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് കൊണ്ട് മിന്നലങ്ങനെ അടിക്കുവാണോ എന്നിങ്ങനെ വിചാരിക്കുക. ഫോട്ടോ എടുത്ത എൻ്റെ ആ ഒരു ഫ്ലാഷാണ് കണ്ടത്. മഴ ചാറി തുടങ്ങി കേട്ടോ. എല്ലാവരും ധൃതി പിടിച്ച് ഓടുവാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു പരിസരത്ത് നിന്ന് ഈ ഒരു വഴി കൂടെ അങ്ങോട്ട് പോവാം. ഇവിടെ സ്പീക്കറിൽ സ്ലോഗോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:15 വരെയും. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് കച്ചവടങ്ങളാണ്. എന്ന് പറയുമ്പോഴത്തേക്കും കരകൗശല ബാഗുകൾ എല്ലാം ഉണ്ട്. 150 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ വില. കൊള്ളാമല്ലേ? അങ്ങനെ പലതരം ബാഗുകളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ബാഗും ഉണ്ട്. ഇത് 350 രൂപയാണ് വില. അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് കേട്ടോ.
ഇത് ഏതെടുത്താലും 150 രൂപയാണ് വില. പിന്നെതാ ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് സാരികളുടെ കച്ചവടങ്ങളുള്ള കടകളാണ്. 400 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 450 രൂപ കേട്ടോ. അങ്ങനെ പലതരം വിലയ്ക്കുള്ളതുണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരുടെ ഉണ്ട്. നോക്കേ, ഇത് കൊള്ളാമല്ലോ. ഇതെത്രയാ? 350. ഇത് കൊള്ളാം. പിള്ളേർക്കുള്ള 100 രൂപയുടെ ഈ ഡ്രസ്സിൻ്റെ പേരെന്താ? ഇത് 200 രൂപ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റൂഫ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് വന്നു കേട്ടോ. ബജ്ജിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചായയും ബജ്ജിയും കഴിക്കാം. നമ്മുടെ നാട്ടിലെ മിൽമ പോലെ തമിഴ്നാട്ടിലെ പ്രധാന പാലാണ് ആവിൻ. മുളക് ബജ്ജിയുണ്ട്, കായ് ബജ്ജിയുണ്ട്, വടയുണ്ട്. മുളക് ബജ്ജിയൊക്കെ നല്ല വലിയ മുളക് ബജ്ജി. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം ഇപ്പം 6:25 ആയിട്ടുണ്ട്. കുറച്ച് താമസിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നടന്നു പോവാം. ആൾക്കാരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ കന്യാകുമാരി അമ്പലത്തിൻ്റെ തിരുവിഴയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ ഒരു അമ്പലത്തിൽ കാണുന്ന ഉത്സവം പോലത്തെ അത്ര വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ആൾക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഇവിടെ ഭക്തിഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഭക്തിഗാനമേള പോലെ വെറുപ്പിക്കലൊന്നും ഇല്ലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതൊന്നും കാണാൻ വലിയ ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ പോകും. എല്ലാവരും കണ്ടിട്ട് തിരിച്ചു വരുവാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി പോകുമെന്ന് തോന്നുന്നു. ഇപ്പം സമയം നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. റൂമിലെ കെയർ ടേക്കർ 2 തവണ വന്ന് വിളിച്ചതാണ്. സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇല്ല, ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഉറക്കമെന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, മടുപ്പിച്ച് കളയും കേട്ടോ. കാര്യം ഞാനിവിടെ ഒരു തവണ വന്നിട്ടുണ്ട്. 1 അല്ല 2 തവണ ഈ കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും വിചാരിച്ച് പോണോ വേണ്ടേ, അങ്ങനത്തെ ഒരു ചിന്ത വന്നു കേട്ടോ. പിന്നെ വിചാരിച്ച് എന്തായാലും വന്നതല്ലേ പോയി കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. സാധാരണ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു തിരുവള്ളൂരിൻ്റെ പ്രതിമയും പിന്നെ വിവേകാനന്ദ പാറയെന്നൊക്കെ ഒരു ശംഖു ഊതുന്ന മ്യൂസിക്കൊക്കെ ഇടും. ഇവിടെ നിന്ന് ഏകദേശം ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ ആയിട്ട് കൊള്ളാം കേട്ടോ. ഇവിടെ ആയിട്ട് കുറച്ച് ഫിഷിംഗ് ബോട്ടുകൾ കിടപ്പുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അടിക്കുമ്പോഴത്തേക്കുവേ അത് കൊള്ളാം. മീനുകളുടെ പടമൊക്കെ വരച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതിനകത്തായിട്ട് അല്ലാത്ത പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. റോസാപ്പൂവും അങ്ങനത്തെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ബട്ടർഫ്ലൈ അങ്ങനത്തെ പലതരം ഡിസൈനുകൾ വരച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് അങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വെയിലടിക്കുന്നത്. ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഒമിനി കിടപ്പുണ്ട്, കണ്ടില്ലേ. സഞ്ചരിക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ ആണ്. ഫോട്ടോ എടുത്തിട്ട് അപ്പോഴത്തന്നെ പ്രിൻ്റാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സംവിധാനമാണിത്. ഇവിടെയൊക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നവരെ ആ ഒമിനി വാനിൽ കൊണ്ടുപോയിട്ട് പ്രിൻ്റാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ സൺറൈസ് എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ബോട്ടിങ്ങിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറും അങ്ങനത്തെയൊക്കെ ഒരു ഏരിയ ആയത്. ഇവിടെ ആരോ ശംഖൂതി കഴിഞ്ഞു. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കന്യാകുമാരി ഫെറി സർവീസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ടു സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് 300 രൂപ. എന്താ സ്പെഷ്യൽ എൻട്രി? രണ്ടും ഒരു കടലിൽ കൂടല്ലേ പോകുന്നത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 75 രൂപയാണ്. ഓൺലൈൻ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള QR കോഡെല്ലാം കാണിച്ചിട്ടുണ്ട്. സാധാരണ ഇത് രാവിലെ 8 മണിക്കാണ് ഓപ്പൺ ആവുന്നത്, പക്ഷേ ഇപ്പോഴ് 10 മണിക്ക് ഓപ്പൺ ആവുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ സൺസെറ്റ് വ്യൂ പോയിന്റിൻ്റെ അടുത്തുനിന്ന് കന്യാകുമാരി അമ്പലത്തിനടുത്തോട്ട് വന്നു കേട്ടോ. ഇവിടെ ഇന്നലെ ഉത്സവമായിരുന്നു, തിരുവിഴ. ഇവിടെ അതിൻ്റെ ലൈറ്റെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പൂവെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അരളിപ്പൂവല്ലേ ഇത്? അരളി ഇപ്പോഴ് നിരോധിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. മുല്ലപ്പൂ എത്രയാണ് ഒരു മുഴം 30 രൂപ കേട്ടോ മുല്ലപ്പൂവിൻ്റെ വില. റേറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ, ഓരോ ദിവസവും റേറ്റ് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അമ്പലത്തിനകത്തോട്ട് കയറുന്ന ആ ഒരു മെയിൻ എൻട്രൻസ് ആണിത്. ചെരുപ്പുകളെല്ലാം വെളിയിൽ കിടക്കുന്ന കണ്ടില്ലേ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ആൾക്കാരും ഉള്ളത് കേട്ടോ. സൂര്യോദയം കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് കയറി പ്രാർത്ഥിക്കാമല്ലോ, അതാണ് ഇവിടെ വരുന്നവരുടെ ലക്ഷ്യം.
അങ്ങനെ നമ്മൾ നടന്ന് ഇന്നലെ വന്ന ആ ഒരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ. ആ ഭാഗത്തോട്ടൊക്കെ ഇന്നലെ പോയത്. ഇവിടൊക്കെ ആയിട്ട് രാവിലെ തന്നെ കടകളെല്ലാം ആക്റ്റീവായി. ഇവിടുത്തെ കച്ചവടക്കാർക്കെല്ലാം രാവിലെ എഴുന്നേക്കണം അല്ലേ. ഇപ്പം സമയം 6:45 ഉള്ളു. അപ്പോഴേ മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാം കടകളിൽ വന്നു. സാധാരണ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ 10 മണിക്കൊക്കെ ആക്റ്റീവ് ആവുന്നത്. ഇവിടെ പക്ഷേ സൂര്യോദയം മെയിൻ അട്രാക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് നേരത്തെ ആൾക്കാർ എഴുന്നേക്കും. എല്ലാ കടകളും ആക്റ്റീവായി. ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ആക്റ്റീവായി രാവിലെ തന്നെ. എത്ര ഒരു ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപ സിംഗിൾ ഫോട്ടോ ആണെങ്കിൽ. ഈ സൈസിനാണെന്നുണ്ടെങ്കിൽ 100 രൂപ. 6'8" 6'8" സൈസാ 100 രൂപ. ഇങ്ങനത്തെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും 100 രൂപ തന്നെയാണ്. എല്ലാം 100 രൂപ ഈ ഒരു സൈസിന്. പേര് വിജയ്. അങ്ങനെ നമ്മളെ സൂര്യോദയം കണ്ട ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി വേറൊരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അതെവിടെ കുതിരയൊക്കെ നിൽപ്പുണ്ട്. കുതിരയ്ക്ക് എത്ര എണ്ണ 50 രൂപ ഒരു റൗണ്ട്. 50 രൂപ ഉള്ളു കേട്ടോ. കയറി ഒന്ന് കറങ്ങായിരുന്നല്ലേ. ഗൂഗിൾ പേ എടുക്കുമോ? അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കുതിരപ്പുറത്തോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. പല സ്ഥലങ്ങളിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേവരെ കയറിയിട്ടില്ല. മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇതൊള്ളി 50 റുപ്പീസ് ഉള്ളി. കൈ പിടിക്കുന്നു. വാട്സപ്പ് ഫണ്ണി വീഡിയോസൊക്കെ ഓർമ്മ വരുന്നത്. കൊള്ളാലോ. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഇതൊരു നോർമൽ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ഈ കുതിരപ്പുറത്തൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. കുതിരയുടെ പേരെന്തുവാ? ഇറാൻ. ഇറാൻ എന്നാ കുതിരയുടെ പേര്. ആ ഒരു സൗണ്ട് നല്ല രസമുണ്ട് നടക്കുമ്പോഴത്തേക്ക്. വീഡിയോയിൽ ഇത് കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. കുതിരക്കുളമ്പിൻ്റെ സൗണ്ട്. വലിയ വോൾവോ ബസ്സിലിരുന്ന് പോകുന്ന പോലെ ഉണ്ട്. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. യെസ്. ഇപ്പോൾ ഇറാൻ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലുമേ കുതിര സവാരി ഒന്നും വലിയ അറുപ്പില്ല കേട്ടോ. സാധാരണ ചില സ്ഥലങ്ങളിലെല്ലാം 200-300 ചോദിക്കുന്നത്. ഇവിടെ 50 രൂപ ചോദിച്ചോളൂ. അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറുക എന്നുള്ളൊരു ആഗ്രഹം തീർക്കാമല്ലോ. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറുത്ത റേറ്റ് മേടിക്കുമ്പോഴത്തേക്കും കയറാൻ തോന്നത്തില്ല. ഇവിടെയൊക്കെ ആയിട്ട് റെസ്റ്റോറൻ്റൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ബീച്ച് റെസ്റ്റോറൻറ്റുകൾ. അണ്ണാൻ ഓടിപ്പോയി. ഇത് ഓപ്പൺ അല്ല. ഇതിപ്പോഴും ഓപ്പൺ അല്ലെന്നല്ല, കുറച്ച് ദിവസമായി ഓപ്പൺ ആയിട്ട്. ആ ഒരു ഷട്ടറിൻ്റെയും എല്ലാവരും അവസ്ഥ കണ്ടിട്ട് കുറച്ച് ദിവസമായി തുറന്നിട്ട് എന്ന് തോന്നുന്നുണ്ട്. സൂര്യോദയം ആ ഒരു സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. കച്ചവടക്കാരെല്ലാം ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു മഴക്കോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ റോഡ് സൈഡിൽ അവിടെയൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, അവരൊക്കെ ചെറുതായിട്ട് തെറികൾ വിളിച്ചു തുടങ്ങുന്നുണ്ട്. മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്ത ഒരു വ്യത്യസ്തമായ തെറികൾ. എന്തായാലും നടന്ന് വന്നപ്പോഴത്തേക്കും മഴ ചാറി തുടങ്ങി. ഇതാ കറക്റ്റ് ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റി. ആൾക്കാരെല്ലാം എന്താ കയറി നിൽക്കാൻ വേണ്ടി വരുവാ കേട്ടോ. ഇതാ ഒരു പട്ടിയും കയറി വന്ന്. അങ്ങനെ മഴ പെയ്തു. പിന്നെ മഴ തോർന്നു കേട്ടോ. ഇതാ ഞാൻ കയറിയ ഇറാൻ പോലത്തെ വേറൊരു കുതിര ഇവിടെ നിൽപ്പുണ്ട്. സത്യത്തിൽ മൃഗങ്ങളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുറച്ച് നേരം ആ കുതിരപ്പുറത്ത് കയറിയപ്പോഴത്തേക്കും എനിക്കതിനോടൊരു സ്നേഹമൊക്കെ തോന്നി. അതേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കാണിക്കും. അങ്ങനെ ദാ നടന്ന് ഇരുന്ന് കടലിലോട്ട് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഇതോ അവിടെ കാറ്റടിച്ചിട്ട് അവിടെ റൂഫ് ചെയ്തിരിക്കുന്ന ഷീറ്റെല്ലാം പറന്ന് പൊങ്ങുക. ഭയങ്കര കാറ്റ്. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. കന്യാകുമാരിയിൽ വരുന്നവരാരും ആ ഒരു ഭാഗത്തോട്ട് അങ്ങനെ പോകാറില്ല. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഈ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അമ്പലമാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്ഥലം വലുതായിട്ട് അങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല. കൊള്ളാം കേട്ടോ. എന്തായാലും അവിടെ ഒരു പട്ടിയൊക്കെ കിടപ്പുണ്ട്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കി ദേഷിച്ചാണ് നോക്കുന്നത്. കുരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇതോ മുകളിൽ ആൾക്കാർ ഇരിക്കുന്ന കണ്ടില്ലേ, അവിടെ നിന്ന് താഴോട്ട് വന്നാൽ മതി. പക്ഷേ ഇത് വലുതായിട്ട് ആരും ശ്രദ്ധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഷീറ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റത്തുള്ളൂ. ഇതിന് താഴെ ഇത്രയും വൈബുള്ളൊരു സ്ഥലമുണ്ടെന്ന് ആരും വിചാരിക്കില്ല. പ്രതിഷ്ഠകളെല്ലാം കടലിനടുത്തോട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ആയിട്ട് ചെരുപ്പ് നോക്കേ, മെതിയടിയിൽ ആണി വെച്ചിരിക്കുന്നത് പോലെ. ഇതെവിടെയൊക്കെ വേറെയും കിടപ്പുണ്ട്. എന്തായാലും നമുക്കേ ഇതാ ഒരു വ്യൂ ടവർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടവറുണ്ട്. അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. വ്യൂ ടവറിൽ പ്രവേശനം രാവിലെ 5:30 മുതൽ വൈകുന്നേരം 6:30 വരെ. അഡൽട്ടിന് 15 രൂപയും കുട്ടികൾക്ക് 5 രൂപയും.
ദീ കാണുന്നതാണ് വ്യൂ ടവർ. ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കുവേ ഈ ഒരു കടലിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എക്കോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുവാണ്. ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കാണത്തുള്ളായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇവിടെ നിന്ന് കന്യാകുമാരി കാണുന്നതാണ് ശരിക്കും ഉള്ളൊരു വ്യൂ. അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയുമില്ല. അതുകൊണ്ടല്ലേ ഇതിനെ വ്യൂ ടവർ എന്ന് പറയുന്നത്. സൺസെറ്റും സൺറൈസും ഇവിടെ എന്നാൽ കാണാൻ പറ്റും. രാവിലെ വന്നു കഴിഞ്ഞാൽ സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതേപോലെ വൈകുന്നേരം ഒരു 6 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സൺസെറ്റും കാണാം. നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. നല്ല പൊക്കത്തിൽ നിന്നിട്ടേ തിരമാല ആ തീരത്തോട്ട് ഒഴുകി കയറുമ്പോഴത്തേക്കും കാണാനൊരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം കന്യാകുമാരി എല്ലാം കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും മഴ പെയ്ത്. അങ്ങനെ കുടയെടുക്കാൻ മറന്നുപോയി. റൂമിൽ വെച്ചിട്ട് കുടയെടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിച്ചു പോയി, മഴ നനഞ്ഞു പോയി. കുട എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോഴിപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടക്കുവാണ്. വൈകുന്നേരം 3:10 06640 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനുണ്ട്. അത് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലം ജില്ലയിലെ പുനലൂർ വരെ പോകുന്ന ട്രെയിനാണ് അത്. അപ്പോഴത് ലക്ഷ്യമിട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. 3:10 എടുക്കുന്ന വണ്ടി വൈകുന്നേരം ഒരു 6:30 കഴിയുമ്പോഴത്തേക്കും കൊല്ലമെത്തും. അപ്പോഴാ ട്രെയിൻ പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഴയുടെ ഒരു കോളുണ്ട് കേട്ടോ. നല്ല ഇരുണ്ട് വരുക ആ ഒരു മേഘമല്ല. അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടക്കാം. എന്നിട്ട് ട്രെയിനിൽ കയറി വിടാം. പിന്നെ സമയം ഇപ്പം 2:45 ആവുന്നുണ്ട്. 3:10 വണ്ടി. ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് മേടിച്ചു കേട്ടോ. എന്തായാലും ഈ വളം അങ്ങോട്ട് തിരിയുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. മഴ പെയ്ത് തുടങ്ങി. അങ്ങനെ ഞാൻ കുട പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നിനും വലിയ അറുത്ത വിലയില്ല കേട്ടോ. കാര്യം ടൂറിസ്റ്റ് ഏരിയകളിലെല്ലാം ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് വില കയറ്റിയൊക്കെ ഇടും. പക്ഷേ ഇവിടെ അങ്ങനത്തെ വലിയ റേറ്റ് ഒന്നുമില്ല. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസയും ചിലവാകും കേട്ടോ. 100 രൂപ 50 രൂപ അങ്ങനെയൊക്കെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോകുന്നത് അറിയത്തില്ല. അപ്പോഴതെന്തായാലും ആ ഒരു വിലക്കുറവിൻ്റെ കാര്യം എടുത്തു പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. മഴ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചരിഞ്ഞടിക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയോടെ ഇല്ല, പക്ഷേ നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു കന്യാകുമാരി വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.